Good morning, everyone. Hi, hello. This is Soumya. Welcome back to my YouTube channel. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എഗെയിൻ ഒരു വ്ളോഗാണ്. ഇപ്പം സമയം 6:15 തോന്നുന്നു. ഇന്ന് എൻ്റെ ചേച്ചിയുടെ എൻഗേജ്മെൻ്റ് ആണ്, കസിൻ ചേച്ചിയുടെ അമ്മയുടെ ചേച്ചിയുടെ മോളുടെ ആണ് കേട്ടോ. ശ്രുതി എന്നാണ് പേര്, ഞങ്ങൾ ശ്രീകുട്ടി എന്നാണ് വിളിക്കുന്നത്. ചെറിയൊരു ഫംഗ്ഷനാണ് വീട്ടിൽ വെച്ചിട്ട്, അധികം പേരൊന്നുമില്ല. വൈദവൈ ഒരു കാര്യമുണ്ട്, ഞാനാണ് ചേച്ചിയുടെ മേക്കപ്പ് ആർട്ട്. അപ്പം ചേച്ചി മാത്രമേ ഉള്ളൂ, ചേട്ടനില്ല, ചേട്ടൻ ദുബായിലാണ്. അപ്പം ചെറിയൊരു ഉറപ്പിക്കൽ ഫംഗ്ഷനാണ്. ഞാനാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഐ എം ലിറ്റിൽ ബിറ്റ് സ്കെയർഡ്. ഞാൻ ഇത് രണ്ടാമത്തെ, ഞാൻ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോളെ ഞാൻ കൊറോണ ടൈമിൽ അന്നും ചെറിയ ഫംഗ്ഷൻ ആയിരുന്നല്ലോ. അപ്പം ഞാൻ ചേച്ചിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മേക്കപ്പൊക്കെ ചെയ്യാനായിട്ട്. ഞാനും ചേച്ചിയും കൂടിയാണ് ചെയ്തത്. അപ്പം ഇപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് ഒരാളെ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. ഡാൻസിനൊക്കെ ചെയ്ത് കൊടുക്കും, അതേപോലെ അല്ലല്ലോ കല്യാണത്തിന് ഒരു ഫങ്ഷന് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ലിറ്റിൽ ബിറ്റ് സ്കെയർഡ്, ബട്ട് നമുക്ക് ചെയ്യാം, ഫിംഗേഴ്സ് ക്രോസ്. അപ്പം ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. ഞാൻ ഇവിടെ നിന്ന് റെഡി ആവണില്ല, അവിടെ പോയിട്ട് റെഡി ആവണുള്ളൂ കേട്ടോ. ഫങ്ഷൻ 11 o'clock 12 ഇടയിലാണ്. പിന്നെ നമുക്ക് പറൂര് പോകണം. അപ്പോൾ ഇവിടുന്ന് വണ്ടി ഡ്രൈവർ വരും പോകാനായിട്ട്. അപ്പം നമുക്ക് കുളിച്ചിട്ട് വരാം കേട്ടോ. കുളിച്ച് ഞാൻ ജസ്റ്റ് സ്കിൻ കെയർ ആൻഡ് ഡ്രസ്സ് മാത്രമേ മാറിയിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മുടെ ഡ്രൈവർ വന്നു, നമ്മളങ്ങനെ പോവാണ്. ഞാനും അമ്മയും അമ്മൂമ്മയാണ് ഉള്ളത്. ഉസ്മാൻ നാട്ടിലില്ല, ബാംഗ്ലൂരായിരുന്നു. പിന്നെ അപ്പം ടൈം ആകുമ്പോൾ വരും, കട തുറക്കാനൊക്കെ ഉള്ളതുകൊണ്ടേ. അപ്പേക്ക് രാവിലെ കട തുറക്കണമല്ലോ. നമ്മൊരു 7 o'clock ഒക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങിയായിരുന്നു. ചേച്ചിക്ക് മേക്കപ്പ് ചെയ്യാനുള്ളതുകൊണ്ട് അവിടെ എത്തി. എല്ലാവരും ബിസി ആയിരുന്നു. ചേച്ചി രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിൽ പോയേക്കായിരുന്നു. പോയ ഉടനെ ആൻറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി, ചട്നി ആൻഡ് സാമ്പാറായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു. ആസ് യൂഷ്വൽ അറിയാലോ, മേക്കപ്പ് ചെയ്യണതിൻ്റെ ടെൻഷനിലായിരുന്നു ഞാൻ. എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ലല്ലോ ഔട്ട്കം. പിന്നെ വീഡിയോ എടുക്കാനും ആരും ഉണ്ടായില്ല, ട്രൈപോഡും ഞാൻ എടുത്തിട്ടുണ്ടായില്ല. പിന്നെ ചേച്ചീനെ ഒരുക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ റെഡി ആയത്. അപ്പോൾ ആകെ ബഹളമായിരുന്നു. ചേച്ചിയുടെ ഫസ്റ്റ് ഡ്രസ്സാണ് കേട്ടോ ഈ ലെഹങ്ക. ഇത് ചേച്ചി തന്നെ സ്റ്റിച്ച് ചെയ്തതാ, തുണി കൽപ്പകയിൽ നിന്ന് എടുത്തിട്ട് ചേച്ചി തന്നെ സ്റ്റിച്ച് ചെയ്തതാ. മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. ഇതാണ് അവരുടെ ഫാമിലി. ഇത്രയും പേരുണ്ടായിരുന്നു. വീട്ടിൽ തന്നെയുള്ള ഒരു ചെറിയൊരു ഫംഗ്ഷൻ ആയിരുന്നു. ശ്രീകുട്ടി ചേച്ചി കല്യാണം കഴിക്കാൻ പോണ ചേട്ടൻ്റെ പേര് വിഷ്ണു എന്നാണ്. ചേട്ടൻ്റെ വീട് ഇരിഞ്ഞാലക്കുടയിലാണ്, ദുബായിലാണ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത്. നിശ്ചയത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കല്യാണത്തിന് ആ സമയത്ത് ആകുമ്പോഴേ ചേട്ടൻ എത്തത്തുള്ളൂ. ചേട്ടന് സിബ്ലിംഗ് ആയിട്ട് ഒരു ബ്രദറാണുള്ളത്. ബ്രദറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വൈഫുമായിട്ട് അവർ തായ്ലൻഡിലാണ്. അപ്പോൾ ചേച്ചിയും ഉണ്ടായില്ല, ചേട്ടനും ഉണ്ടായിരുന്നില്ല. പിന്നെ കസിൻ സിസ്റ്ററാണ് ചടങ്ങുകളൊക്കെ ചെയ്തത്. ബ്ലൂ ആണോ ആ സാരി പിടിച്ചിട്ടില്ലേ തട്ടിൽ, അതാണ് കസിൻ സിസ്റ്ററാണ്. അപ്പോൾ പുള്ളിക്കാരിയാണ് ചടങ്ങൊക്കെ ചെയ്തത്. ചേച്ചിക്ക് നിശ്ചയത്തിനുള്ള പുടവ കൈമാറിയിട്ടോ. ആ ഗ്രേ കളർ സാരിയില്ലേ, അതാണ് എൻ്റെ അമ്മയുടെ ചേച്ചി, ബേബി ആൻറ്റി. പിന്നെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേർട്ടിക്കൽ സ്ട്രൈപ്സിലുള്ള ഷർട്ട് ഇട്ടിട്ടില്ലേ, അതാണ് മാമൻ. പിന്നെ ഈ ചെക്സില്ലേ ബ്രൗൺ ആൻഡ് വൈറ്റ്, അത് അനിയനാണ് കേട്ടോ, ശ്രീകുട്ടനാണ്, ശ്രീകാന്ത് എന്നാണ് ഒറിജിനൽ പേര്. പിന്നെ ഈ പിങ്ക് ഷർട്ടാണ് ചെക്കൻ്റെ അച്ഛൻ. പിന്നെ ഇപ്പം അതിന് മുന്നേ പോയില്ലേ ഒരു ബ്ലൂ സാരി, അതാണ് ചെക്കൻ്റെ അമ്മ. ചേച്ചിനെ സാരി ഉടുപ്പിക്കാനായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടാണ്. സാരി ഇതാണ് സാരി അവർ കൊടുത്തത്, ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്ത സാരിയാണത്. സാരി ഉടുത്തൊക്കെ വന്നതിന് ശേഷം നമ്മളവിടെ തട്ട് വെച്ചിട്ടുണ്ടാവില്ലേ, ചെക്കൻ്റെ വീട്ടിൽ നിന്നും പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും തട്ട് പൂജിക്കുന്ന ചടങ്ങാട്ടോ അത്.
നെക്സ്റ്റ് ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്കൻ്റെ അച്ഛനും പെണ്ണിൻ്റെ അച്ഛനും തമ്മിൽ തട്ട് കൈമാറുന്ന ചടങ്ങാണ്. പരസ്പരം ചന്ദനവും കുങ്കുമം അണിയിച്ചതിന് ശേഷം തട്ട് കൈമാറട്ടെ എന്ന് 3 പ്രാവശ്യം ചോദിക്കും. എന്നിട്ട് തട്ട് കൈമാറും കേട്ടോ. ഇത് ചെക്കൻ്റെ അച്ഛനും ചെയ്യും, പെണ്ണിൻ്റെ അച്ഛനും ചെയ്യും. നെക്സ്റ്റ് ചടങ്ങ് മടി നിറയ്ക്കണ ചടങ്ങാണ് പെണ്ണിൻ്റെ. ചന്ദനവും കുങ്കുമം അണിയിച്ചിട്ട് മുല്ലപ്പൂ തലയിൽ വെച്ച് കൊടുത്തിട്ട് 3 പ്രാവശ്യം മടി നിറയ്ക്കട്ടെ ചോദിക്കും. എന്നിട്ട് ഇത് മടിയിലോട്ട് വയ്ക്കും കേട്ടോ. അതാണ് മടി നിറയ്ക്കണ ചടങ്ങ്. ഇത് എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ വൈഫാണ്. പിന്നെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. പിന്നെ ഫോട്ടോഷൂട്ടായിരുന്നു. ഇതാണ് അമ്മയുടെ ആങ്ങളാട്ട, മാമനാണത്. പിന്നെ ഫുഡ് അടിയായിരുന്നു, സദ്യയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കിടിലൻ സദ്യയായിരുന്നു. നല്ല എല്ലാ കറികളും പായസമൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നത്. അങ്ങനെ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി നന്നായിട്ടൊന്ന് ഉറങ്ങി. അവിടെ തന്നെ കിടന്നുറങ്ങി. അവിടെ പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉറക്കമാണ് ബിഗില്. നല്ല പായസം കൂട്ടി സദ്യ കൊണ്ടിട്ട് ഒന്ന് ഉറങ്ങണതിൻ്റെ സുഖം വേറെ തന്നെയല്ലേ. അങ്ങനെ ഞാൻ ഉറങ്ങി എണിച്ചിട്ട് പിന്നെ ഞങ്ങൾ കാറ് തിരിച്ചു വന്നു ഞങ്ങളെ കൊണ്ടുവരാനായിട്ട്. അങ്ങനെ വീട്ടിലെത്തി. അങ്ങനെ നമ്മൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ സമയം 5 മണിയായി. ഞാനിനി കുളിച്ചൊന്ന് ഫ്രഷ് ആവട്ടെ. മുഖത്തത്തെ മേക്കപ്പൊക്കെ ഒന്ന് കളഞ്ഞ് മുടിയൊക്കെ ഒന്ന് അയച്ചു കിട്ടി ഒന്ന് ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം ഒന്ന് കിടക്കണം. നാളെ കോളേജിൻ്റെ കുറേ വർക്ക് ഉണ്ട്, പേപ്പർ വർക്കൊക്കെ ചെയ്യാൻ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ടുഡേയ്സ് വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും.